ഓം നമോ നാരായണായ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശബര്യാശ്രമപ്രവേശം. ഗന്ധർവനേവം ചൊല്ലി മറഞ്ഞോരനന്തരം സന്തുഷ്ടന്മാരായൊരു രാമലക്ഷ്മണന്മാരും ഘോരമാം വനത്തൂടെ മന്ദം മന്ദം പോയി ചെന്ന് ചാരുത ചേർന്ന് ശബര്യാശ്രമം പൂക്കേടിനാർ. സംഭ്രമത്തോടും പ്രത്യുത്ഥായ താപസി ഭക്ത്യാ സമ്പദിച്ചിത് പാദാംഭോരുഹയുഗത്തിങ്കൽ സന്തോഷപൂർണാശ്രുനേത്രങ്ങളോടവളും ആനന്ദമുൾക്കൊണ്ട് പാദ്യാർഘ്യാസനാദികളാലെ പൂജിച്ചു തൽപാദതീർത്ഥാഭിഷേകവും ചെയ്ത് ഭോജനത്തിന് ഫലമൂലങ്ങൾ നൽകിയിടിനാൻ. പൂജയും പരിഗ്രഹിച്ചാനന്ദിച്ചിരുന്നിത് രാജീവനേത്രന്മാരാം രാജനന്ദനന്മാരും. അന്നേരം ഭക്തി പൂണ്ട് തൊഴുതു ചൊന്നാളവൾ, ധന്യയായി വന്നേനഹമിന്ന് പുണ്യാതിരേകാൽ. എന്നുടെ ഗുരുഭൂതന്മാരായ മുനിജനം നിന്നെയും പൂജിച്ചനേകായിരത്താണ്ട് വാണാർ. അന്നു ഞാനവരെയും ശുശ്രൂഷിച്ചിരുന്നിത് പിന്നെ പോയി ബ്രഹ്മപദം പ്രാപിച്ചാരവർകളും. എന്നോടു ചൊന്നാരവരേതുമേ ഖേദിയാതെ, ധന്യേ നീ വസിച്ചാലും ഇവിടെ തന്നെ നിത്യം. പന്നകശായി പരൻ പുരുഷൻ പരമാത്മാ വന്നവതരിച്ചിത് രാക്ഷസവധാർത്ഥമായി നമ്മെയും ധർമ്മത്തെയും രക്ഷിച്ചുകൊള്ളുവാൻ ഇപ്പോൾ നിർമ്മലൻ ചിത്രകൂടത്തിങ്കൽ വന്നിരിക്കുന്നു. വന്നിടുമിവിടേക്ക് രാഘവൻ എന്നാലവൻ തന്നെയും കണ്ട് ദേഹത്യാഗവും ചെയ്താലും നീ വന്നിടുമെന്നാൽ മോക്ഷം നിനക്കുമെന്നു നൂനം വന്നിതവണ്ണം ഗുരുഭാഷിതം സത്യമല്ലോ. നിന്തിരുവടിയുടെ വരവും പാർത്തു പാർത്തു നിന്തിരുവടിയെയും ധ്യാനിച്ചു വസിച്ചു ഞാൻ ശ്രീപദം കണ്ടുകൊള്ളുവാൻ. മൽഗുരുഭൂതന്മാരാം താപസന്മാർക്കു പോലും യോഗം വന്നീലയല്ലോ. ജ്ഞാനമില്ലാതെ ഹീനജാതിയിലുള്ള മൂഢ ഞാനിതിനൊട്ടും അധികാരിണിയല്ലയല്ലോ. വാഗ്മനോ വിഷയമല്ലാതൊരു ഭവദ്രൂപം കാൺമാൻ അവകാശം വന്നിത് മഹാഭാഗ്യം. തൃക്കഴലിണ കൂപ്പി സ്തുതിച്ചു കൊള്ളുവാനുമിങ്ങുൾക്കമലത്തിൽ അറിയപ്പോകാതെയാനിധേ. രാഘവനതു കേട്ട് ശബരിയോടു ചൊന്നാനാകുലം കൂടാതെ ഞാൻ പറയുന്നതു കേൾനീ. പുരുഷ സ്ത്രീ ജാതി നാമാശ്രാമാദികളല്ല കാരണം മമ ഭജനത്തിനു ജഗത്രയേ. ഭക്തിയൊന്നൊഴിഞ്ഞു മറ്റില്ല കാരണമേതും മുക്തി വന്നിടാനും ഇല്ല മറ്റേതിലുമൊന്നും. തീർത്ഥസ്നാനാദി തപോധാന വേദാധ്യായന ക്ഷേത്രോപവാസയാഗ്യാദ്യാഖില കർമ്മങ്ങളാൽ ഒന്നിനാൽ ഒരുത്തനും കണ്ടുകിട്ടുകയില്ല എന്നെ മൽഭക്തി ഒന്നൊഴിഞ്ഞു കൊണ്ടൊരു നാളും. ഭക്തി സാധനം സംക്ഷേപിച്ചു ഞാൻ ചൊല്ലിയിടുനാൻ ഉത്തമേ കേട്ടുകൊള്ളുക. മുക്തി വന്നിടുവാനായി മുഖ്യ സാധനമല്ലോ സജ്ജന സംഗമം. പിന്നെ മൽക്കഥാലാഭം രണ്ടാം സാധനം. മൂന്നാമതും മൽഗുണേരണം. പിന്നെ മധ്വജോ വ്യാഖ്യാതൃത്വം മൽക്കഥാജാതാചാര്യോപാസനമഞ്ചാമതും
പുണ്യശീലത്വം യമനിയമാദികളോടും എന്നെ മുട്ടാതെ പൂജിക്കെന്നുള്ളതാറാമതായതും മന്മന്ത്രോപാസകത്വമേഴാമതെട്ടാമതും മംഗലശീലെ കേട്ടു ധരിച്ചു കൊള്ളേണം നീ. സർവഭൂതങ്ങളിലും മന്മതിയുണ്ടാകയും സർവദാ മൽഭക്തന്മാരിൽ പരമാസ്തിത്വവും സർവബാഹ്യാർത്ഥങ്ങളിൽ വൈരാഗ്യം ഭവിക്കയും സർവലോകാത്മാ ഞാനെന്നെപ്പോഴും ഉറയ്ക്കയും മത്തത്വവിചാരം കേളൊമ്പതാമതും അത്രേ. ചിത്തശുദ്ധിക്ക് മൂലമാദിസാധനം നൂനം ഉക്തമായത് ഭക്തിസാധനം നവവിധമുത്തമേ. ഭക്തി നിത്യമാർക്കുള്ളൂ വിചാരിച്ചാൽ തിര്യഗ്യോനിജങ്ങൾക്കെന്നാകിലും മൂഢന്മാരാം നാരികൾക്കെന്നാകിലും പുരുഷനെന്നാകിലും പ്രേമലക്ഷണമായ ഭക്തി സംഭവിക്കുമ്പോൾ വാമലോചനെ മമ തത്വാനുഭൂതിയുണ്ടാം. തത്വാനുഭവസിദ്ധനായാൽ മുക്തിയും വരും തത്ര ജന്മനി മർത്യനുത്തമ തബോധനേ. ആകയാൽ മോക്ഷത്തിന് കാരണം ഭക്തി തന്നെ. ഭാഗവതാഠ്യേ ഭവൽപ്രിയേ മുനിപ്രിയേ ഭക്തിയുണ്ടാകൊണ്ട് കാണായി വന്നിതു തവ മുക്തിയും അടുത്തിത് നിനക്ക് തബോധനേ. ജാനകി മാർഗം അറിഞ്ഞിടിൽ നീ പറയണം കേനവാനീത സീത മൽപ്രിയാ മനോഹരി. രാഘവ വാക്യം ഏവം കേട്ടോരു ശബരിയും ആകുലം അകലുമാറാദരാൽ ഉര ചെയ്താൾ. സർവവും അറിഞ്ഞിരിക്കുന്ന നിൻ തിരുവടി സർവജ്ഞനെന്നാകിലും ലോകാനുസരണാർത്ഥം ചോദിച്ച മൂലം പറഞ്ഞിടുവൻ. സീതാദേവി ഖേദിച്ചു ലങ്കാപുരി തന്നിൽ വാഴുന്നു നൂനം കൊണ്ടുപോയത് ദശകണ്ഠൻ എന്നറിഞ്ഞാലും കണ്ടിതു ദിവ്യദൃശ. തണ്ടലർ മകളെ ഞാൻ മുമ്പിലാമാറ് കുറഞ്ഞൊന്നു തെക്കോട്ടു ചെന്നാൽ പമ്പയാം സരസിനെ കാണാം. തൽപുരോഭാഗേ പശ്യ പർവ്വതവര മൃശ്യമൂകാഖ്യം തത്ര വിശ്വസിച്ചിരിക്കുന്നു സുഗ്രീവൻ കപിശ്രേഷ്ഠൻ. 4 മന്ത്രികളോടും കൂടെ മാർത്താണ്ഡാത്മജൻ ബാലിയെ പേടിച്ച് സങ്കേതമായി അനുദിനം ബാലിക്കു മുനിശാപം പേടിച്ചു ചെന്നുകൂടാ പാലനം ചെയ്ത് ഭവാൻ അവനെ വഴി പോലെ സഖ്യവും ചെയ്തു കൊള്ളുക സുഗ്രീവൻ തന്നോടെന്നാൽ ദുഃഖങ്ങളെല്ലാം തീർന്ന് കാര്യവും സാധിച്ചിടും. എങ്കിൽ ഞാൻ അഗ്നിപ്രവേശനം ചെയ്തു ഭവൽ പാദപങ്കജത്തോടു ചേർന്നു കൊള്ളുവാൻ തുടങ്ങുന്നു പാർക്കേണം. മുഹൂർത്തമാത്രം ഭവാനത്രൈവ മേ തീർക്കണം മയാകൃതബന്ധനം ദയാനിധേ. ഭക്തി പൂണ്ടെത്തമുക്ത്വാ ദേഹത്യാഗവും ചെയ്ത് മുക്തിയും സിദ്ധിച്ചിത് ശബരിക്കിതു കാലം. ഭക്തവത്സലൻ പ്രസാദിക്കില്ലെന്നവർക്കെന്നില്ലെടുത്തിടും മുക്തി നീചജാതികൾക്കെന്നാകിലും. പുഷ്കരനേത്രൻ പ്രസാദിക്കിലോ ജന്തുക്കൾക്ക് ദുഷ്കരമായിട്ടൊന്നുമില്ലെന്ന് ധരിക്കേണം. ശ്രീരാമഭക്തി തന്നെ മുക്തിയെ സിദ്ധിപ്പിക്കും. ശ്രീരാമപാദാംബോജം സേവിച്ചു കൊള്ളുക നിത്യം. ഓരോരോ മന്ത്രതന്ത്ര ധ്യാന കർമാദികളും ദൂരസ്യന്ത്യജിച്ച് തൻ ഗുരുനാഥോപദേശാൽ ശ്രീരാമചന്ദ്രൻ തന്നെ ധ്യാനിച്ചു കൊള്ളുക നിത്യം. ശ്രീരാമമന്ത്രം ജപിച്ചിടുക സദാകാലം. ശ്രീരാമചന്ദ്രകഥ കേൾക്കയും ചൊല്ലുകയും ശ്രീരാമഭക്തന്മാരെ പൂജിച്ചു കൊള്ളുകയും ശ്രീരാമജയം ജഗൽ സർവമെന്നുറയ്ക്കുമ്പോൾ ശ്രീരാമചന്ദ്രൻ തന്നോടൈക്യവും പ്രാപിച്ചിടാം. രാമരാമേതി ജപിച്ചിടുക സദാകാലം. ഭാമിനി ഭദ്രേ
പരമേശ്വരി പത്മീക്ഷണേ. ഇത്തമീശ്വരൻ പരമേശ്വരിയോട് രാമഭദ്ര വൃത്താന്തമരുൾ ചെയ്തിത് കേട്ട നേരം ഭക്തി കൈകൊണ്ടേറ്റം പരവശനായി ശ്രീരാമങ്കൽ ചിത്തവുമുറപ്പിച്ചു ലയിച്ചു രുദ്രാണിയും. പൈങ്കിളി പൈതൽ താനും പരമാനന്ദം പൂണ്ട് ശങ്കര ജയിച്ചരുളെന്നിരുന്നരുളിനാൾ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.